പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാക് താലിബാൻ ആക്രമണത്തിൽ 6 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ഒരു സുരക്ഷാ ചെക്ക് പോയിന്റിൽ പാകിസ്ഥാൻ താലിബാൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 6 സൈനികർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതിനു ശേഷം അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങളുടെ തുടർച്ചയായ തരംഗമാണ് പാകിസ്ഥാനെ ബാധിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ താലിബാനും അതായത് തെഹ്രീക്കെ താലിബാനും മറ്റ് സായുധ സംഘടനകൾക്കും സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്ന് അഫ്ഗാൻ താലിബാൻ ഇസ്ലാമാബാദ് ആവർത്തിച്ച് ആരോപിക്കുന്നു. കാബൂളിലെ താലിബാൻ സർക്കാർ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിരസിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ഒരു കലാപകാരിയായിട്ടുള്ള ആദിവാസി ജില്ലയായ ഖുറാമിലെ ഒരു സുരക്ഷാ പോസ്റ്റ് ഒരു ഡസനിലധികം സായുധ തീവ്രവാദികൾ ആക്രമിച്ചതോടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായിട്ടുള്ള വെടിവെപ്പിനാണ് അത് തുടക്കമിട്ടത്. 6 സുരക്ഷാ ഉദ്യോഗസ്ഥർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു, 2 തീവ്രവാദികളും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഖുറാമിൽ പോസ്റ്റ് ചെയ്ത മാധ്യമങ്ങളോട് സംസാരിക്കാൻ അധികാരമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇത് AFPയോട് പറഞ്ഞത്. പാകിസ്ഥാൻ താലിബാൻ ഗ്രൂപ്പ് അഥവാ തെഹ്രീക്കെ താലിബാൻ വളരെ കാലമായി ഈ മേഖലയിൽ സജീവമാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും അവർ തന്നെ ഏറ്റെടുത്തു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികൃതർ TTP തീവ്രവാദികൾക്ക് അഭയം നൽകുകയും അവിടെ നിന്ന് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്താൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്നാൽ കാബൂൾ ഈ ആരോപണം നിഷേധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.